ഹായ് കുട്ടികളെ, 3ാം ക്ലാസ്സിൽ ഫിഖ്ഹുൽ ഇസ്ലാമി അർദ്ധവാർഷിക പരീക്ഷ 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഇളനീർ കൊണ്ട് വുളു ചെയ്താൽ ശരിയാകും, കുഴപ്പമില്ല, ശരിയാകില്ല. ആൻസർ ശരിയാകില്ല. ഇളനീർ ത്വാഹിറായ വെള്ളമാണ്, അതുകൊണ്ട് വുളു ചെയ്താൽ ശരിയാകില്ല. 2. വുളുയിൽ 2 കാലുകൾ കഴുകണം, മുഴുവൻ, മുട്ടുൾപ്പെടെ, ഞെരിയാണി ഉൾപ്പെടെ. വുളുയിൽ 2 കാലുകൾ എങ്ങനെയാണ് കഴുകേണ്ടത്? ഞെരിയാണി ഉൾപ്പെടെ. ആൻസർ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. 3. ശവം നജസാണ്, അറുത്താൽ നജസല്ല. മത്സ്യം, കോഴി, വെട്ടുകിളി. ഏതിൻ്റെ ശവമാണ് നജസല്ല, അറുത്താൽ നജസല്ലാത്തത്? കോഴി എന്നാണ് ആൻസർ എഴുതേണ്ടത്. 4. വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്, ഭക്ഷണം, കളിപ്പാട്ടങ്ങൾ, മുസഫ്. വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്, മുസഫ് കയ്യിൽ കൊടുക്കരുത്. 5. വുളുഇൻ്റെ ഫർളുകൾ 4 എണ്ണമാണ്, 6 എണ്ണമാണ്, 5 എണ്ണമാണ്. വുളുവിൻ്റെ ഫർളുകൾ 6 ആകുന്നു. അതിൻ്റെ ആൻസർ 6 എണ്ണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വുളു ചെയ്യാൻ പറ്റാത്ത വെള്ളം: നാരങ്ങ വെള്ളം, കടൽ വെള്ളം, കുളത്തിലെ വെള്ളം. വുളു ചെയ്യാൻ പറ്റാത്ത വെള്ളം നാരങ്ങ വെള്ളം ത്വാഹിറായ വെള്ളമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്, ഫർളാണ്, സുന്നത്താണ്? ആൻസർ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. 8. വുളു ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കേണ്ട അവയവം: ചെവി, തല, കൈകൾ. കൈകളാണ് കഴുകേണ്ട അവയവം. വെള്ളം ഒലിക്കേണ്ട അവയവം കൈകൾ. ആൻസർ കൈകൾ. ഇതുകൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം: മലം, രക്തം, നായ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. രക്തം, മലം നജസാണ്, പക്ഷെ ശുദ്ധിയാക്കിയാൽ മതി. നിറം, മണം, രുചി പോകുന്നത് വരെ ശുദ്ധിയാക്കിയാൽ മതി. 10. വുളു ചെയ്യുമ്പോൾ മുഴുവൻ കഴുകേണ്ട അവയവം: കാല്, മുഖം, തല. വുളു ചെയ്യുമ്പോൾ മുഴുവൻ കഴുകേണ്ട അവയവം മുഖം. ചേരും പടി ചേർക്കുക. 11. അത്വഹൂറു ഇന്നമൽ അഅ്മാലു അല്ലാഹുമ്മ ജഅൽനി ലാ യമസ്സുഹു ലാ തസിഹു സ്വലാത്ത് മിനത്തവ്വാബീൻ ഇല്ലൽ മുത്തഹറൂൻ ഷത്റുൽ ഈമാൻ ബിൻ നജസി ബിന്നിയാത്ത്. അത്വഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ. അത്വഹൂറു ശുദ്ധി, ഷത്റുൽ ഈമാൻ ഈമാനിൻ്റെ പകുതിയാണ്. സി ആണ് ഇതിൻ്റെ ആൻസർ. 12. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഈ ആണ് അതിൻ്റെ ആൻസർ. അല്ലാഹുമ്മ ജഅൽനി, അതിൻ്റെ ആൻസർ മിനത്തവ്വാബീൻ, എ ആണ് ആൻസർ. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയില്ലാതെ മുസഫ് തൊടരുത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. ലാ തസിഹു സ്വലാത്ത് ബിൻ നജസി, നിസ്കാരം നജസോടുകൂടി ശരിയാവുകയില്ല. ലാ തസിഹു സ്വലാത്ത് ബിൻ നജസി, ഡി ആണ് അതിൻ്റെ ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാനുള്ളതാണ്. വുളു ചെയ്താൽ ഡാഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും? വുളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ കുളിക്കണം. 17. ഇളനീർ തഹൂറായ വെള്ളമല്ല, ഡാഷ് വെള്ളമാണ്. ഇളനീർ വെള്ളം, നാരങ്ങ വെള്ളം ത്വാഹിറായ വെള്ളമാണ്. ആൻസർ ത്വാഹിറായ. 18. വുളുയിൽ തലയിൽ നിന്ന് ഡാഷ് തടവണം:
തലയിൽ നിന്ന് അല്പമെങ്കിലും തടവണം. വുളൂഇൽ തലയിൽ നിന്ന് അല്പമെങ്കിലും തടവണം. 19. പരിശുദ്ധ ഖുർആൻ ഡേഷ് സ്ഥലത്ത് വെക്കരുത്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. ഖുർആൻ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. 20. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അവിടെ ആൻസർ എഴുതേണ്ടത് വ അലാ ആലിഹി എന്നാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ, അവിടെ എഴുതേണ്ട ആൻസർ വ അലാ ആലിഹി. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ജീവനുള്ള ആടിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണോ? ജീവനുണ്ട്, ആടിന് ജീവനുണ്ട്, അതുകൊണ്ട് രോമം നജസല്ല. ആൻസർ നജസല്ല. ആട് ചത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ രോമം നജസാവുക. 22. വുളൂഇൻ്റെ 6ാമത്തെ ഫർള് എന്ത്? തർത്തീബ്. വുളൂഇൻ്റെ 6ാമത്തെ ഫർള് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21. ജീവനുള്ള ആടിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണോ? അതിൻ്റെ ആൻസർ നജസല്ല. ആട്, കോഴി ഇവയിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിഞ്ഞ രോമം, തൂവൽ മുതലായവ നജസല്ല. 22. വുളൂഇൻ്റെ 6ാമത്തെ ഫർള് ഏത്? വുളൂഇൻ്റെ ഫർളുകൾ: 1. നിയ്യത്ത്, 2. മുഖം മുഴുവൻ കഴുകുക, 3. 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. അങ്ങനെ 6ാമത്തെ ഫർള് എന്ത്? തർത്തീബ്. 6ാമത്തെ ഫർള് തർത്തീബ്. 23. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു പെയിൻറ്, പശ, അതൊക്കെയാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 24. വുളൂഇൻ്റെ ഷർത്തുകൾ എത്ര? വുളൂഇൻ്റെ ഷർത്തുകൾ 5, ഫർളുകൾ 6. ഇതൊക്കെ മാറരുത്, ക്വസ്റ്റ്യൻ്റെ ആൻസർ മാറരുത്. വുളൂഇൻ്റെ ഷർത്തുകൾ 5, ഫർളുകൾ 6. ഇവിടെ ആൻസർ ഷർത്തുകളാണ് ചോദിച്ചത്, 5. 25. ആടിൻ്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ? ഊറക്കിടുന്നത് കൊണ്ട്. ആട് പോലത്തെ ജീവികളുടെ തോൽ ഊറക്കിടുന്നത് കൊണ്ട് ശുദ്ധിയാകും. വാചകത്തിൽ ഉത്തരം എഴുതുക. 26. വുളൂഇൻ്റെ 2ാമത്തെ ഷർത്ത് എന്ത്? കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. വുളൂഇൻ്റെ 2ാമത്തെ ഷർത്താണ്. 1ാമത്തെ ഷർത്ത് തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 27. ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടുന്നു? അള്ളാഹുവും റസൂലും മലക്കുകളും. 28ാമത്തെ ക്വസ്റ്റ്യൻ സമയമായ ശേഷം മാത്രമേ വുളു ചെയ്യാവൂ. ആര്? നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർ. നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർ. 29. വുളൂഇൻ്റെ 2ാമത്തെ ഫർള് എന്ത്? വുളൂഇൻ്റെ 2ാമത്തെ ഫർള്: 1. നിയ്യത്ത്, 2. മുഖം മുഴുവൻ കഴുകുക. 2ാമത്തെ ഫർള് മുഖം മുഴുവൻ കഴുകുക. 30ാമത്തെ ക്വസ്റ്റ്യൻ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാം. ആർക്ക്? വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ചൊല്ലുന്നവർക്ക്. വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാം. 31. വുളു ഇല്ലാതെ മുസഫ് തൊടാം. ആർക്ക്? എന്തിന്? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിനു വേണ്ടി വുളു ഇല്ലാതെ മുസഫ് തൊടാം. ആൻസർ എഴുതേണ്ടത് വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിനു വേണ്ടി. അടുത്തത് 5 നജസുകളുടെ പേരെഴുതുക. രക്തം, മലം, മൂത്രം, ചലം, ഛർദിച്ചത്. 5 നജസുകൾ: രക്തം, മലം, മൂത്രം, ചലം, ഛർദിച്ചത്. അടുത്തത്
വുളൂഇനു നിയ്യത്തു ചെയ്യേണ്ടത് എങ്ങനെ? മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നു കരുതലാണ് നിയ്യത്ത്. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു.